ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം സജിത്ത്. കൊച്ചിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാലിന്യ പ്രശ്നം കോൺഗ്രസ് സജീവമാക്കിയിരിക്കുകയാണ്. DCCയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായിട്ടുണ്ട്. ഇതിനിടെ ബ്രഹ്മപുരത്ത് പുതിയ പദ്ധതികൾ കൊച്ചി കോർപ്പറേഷൻ പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകളിലും മാലിന്യ പ്രശ്നം രൂക്ഷമാണ് എന്ന വാദം ഉയർത്തി പ്രതിരോധിക്കാനാണ് CPMന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. ബ്രഹ്മപുരത്തെ മാലിന്യപ്പുക അണഞ്ഞുവെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇപ്പോഴും കത്തിപ്പടരുകയാണ് കൊച്ചിയിലെ എക്കാലത്തെയും തീരാദുരിതമായ മാലിന്യ പ്രശ്നം. ബ്രഹ്മപുരത്തിനു പകരം മറ്റൊരു പദ്ധതി കോർപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയാണെങ്കിലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാലിന്യ പ്രശ്നം സജീവ ചർച്ചയാക്കി നിലനിർത്തുകയാണ് കോൺഗ്രസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. കൊച്ചി കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ജാഥ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ കോൺഗ്രസിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് LDFന്റെ മറുപടി ഇങ്ങനെ: ഈ തൃക്കാക്കര ആരാ ഭരിക്കണത്? ചേരാനല്ലൂർ ആരാ ഭരിക്കണത്? കളമശ്ശേരി ആരാ ഭരിക്കണത്? ഞാൻ പറഞ്ഞ ഇതൊന്നും പൊളിറ്റിക്കലായിട്ട് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് എന്തിനാണ് നമ്മുടെ 2 മന്ത്രിമാര് വന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളോട് ചർച്ച ചെയ്തെന്തിനാ? MP MLA മാരോടൊക്കെ ചർച്ച ചെയ്തെന്തിനാ? ഈ കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പോകരുതെന്നുള്ളത് കൊണ്ടാണ്. ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കൊച്ചി കോർപ്പറേഷന്റെ ബ്രഹ്മപുരം പ്ലാന്റ് പ്രതിസന്ധിയിലായപ്പോ ഈ ചുറ്റുമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, അവിടെ മാലിന്യം സംസ്കരിക്കുന്നതും അതിനെ ആശ്രയിച്ചിരുന്നതും കൊച്ചി മാത്രമല്ലല്ലോ. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചി മാത്രമല്ലല്ലോ, എല്ലാവർക്കും അതിൽ ബാധ്യസ്ഥയില്ലേ? 31-ന് വാഹന പ്രചരണ ജാഥ അവസാനിക്കും. K മുരളീധരനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ബ്രഹ്മപുരം തീപിടുത്തത്തിനു ശേഷം മാലിന്യ നീക്കം പുനഃസ്ഥാപിച്ചുവെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ജൂൺ 4-ന് മൺസൂൺ എത്തുന്നതോടെ നീക്കം പ്രതിസന്ധിയിലായേക്കും. ഇത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം. News 18 കൊച്ചി. അതാണ് കൊച്ചിയുടെ രാഷ്ട്രീയം. എന്തായാലും കൊച്ചിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ സാധ്യതകൾ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ അവിടെ സജീവമാവുന്നു എന്നതാണ് പശ്ചാത്തലം. സുവി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരുന്നു. സുവി, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ മാലിന്യ പ്രശ്നം കേരളം ചർച്ച ചെയ്താണ്. ബ്രഹ്മപുരം അടക്കമുള്ള പ്രതിസന്ധികൾ, പൊതുവിൽ അവിടുത്തെ മാലിന്യ പ്രശ്നത്തിൽ കോർപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമായി അവർ അത് ഏറ്റെടുക്കുകയാണ്. മറുപടിയുമായി ഇടതുമുന്നണിയും രംഗത്തുണ്ട്. ഏതു തരത്തിലുള്ള നീക്കങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത്? മാലിന്യം എങ്ങനെയാണ് ഒരു മുഖ്യ ചർച്ചാ വിഷയമാവുക കൊച്ചിയിൽ? സുവി. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. ഇത് ബ്രഹ്മപുരത്തേക്കാണ് കുറേ നാളുകളായി, വർഷങ്ങളായി തന്നെ കൊണ്ടുപോകുന്നത്. അതിൽ പല ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്, ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചതേയില്ല. പക്ഷേ ഇടക്കാലത്ത്, ഈ അടുത്ത സമയത്താണ് വലിയ തോതിൽ ഒരു തീപിടുത്തം, അഗ്നിബാധ തന്നെ ബ്രഹ്മപുരത്തുണ്ടായത്. അതിനെ തുടർന്ന് വലിയ ക്ലേശമാണ് കൊച്ചി നിവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് കഴിയാത്ത സാഹചര്യം, ആ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം, പ്രത്യേകിച്ചും കിലോമീറ്ററുകൾ ഇപ്പുറത്ത് നഗരത്തിലേക്ക് പോലും പുക വമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകൾക്ക് ശുദ്ധവായു കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായി. ആസ്മ പോലെ ശ്വാസരോഗങ്ങൾ അലട്ടുന്നവർ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. ഏതായാലും അത് സംബന്ധിച്ച് വലിയ വിവാദവും ചർച്ചയും മറ്റും ഉണ്ടായി. അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ബ്രഹ്മപുരത്തേക്ക് മാലിന്യ നീക്കം പുനഃസ്ഥാപിച്ചുവെങ്കിലും നഗരത്തിൽ പലയിടത്തും ഇപ്പോൾ അത് കെട്ടിക്കിടക്കുകയാണ്. ജൂൺ 1 മുതൽ ബ്രഹ്മപുരത്തേക്ക് ഇനി മാലിന്യം കൊച്ചി കോർപ്പറേഷനു കൂടെ കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മാലിന്യ നീക്കം കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് മാറും. അതിന് മുമ്പായി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഈ 10 ദിവസത്തിനുള്ളിൽ അതെങ്ങനെ പരിഹരിക്കും എന്നതിൽ ഒരു കൃത്യമായ ഒരു മറുപടി നൽകാൻ കോർപ്പറേഷന് പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊച്ചി നഗരം പോവുക. ഒപ്പം മഴക്കാലം എത്തിയാൽ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ട് കൊച്ചിയെ സംബന്ധിച്ചുണ്ടാക്കും. പലയിടങ്ങളിലും ഗതാഗതം നടക്കില്ല, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ആ രീതിയിൽ വെള്ളക്കെട്ടും രൂക്ഷമായൊരു പ്രതിസന്ധിയാകും. ആ ഒരു സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്
കൊച്ചി കോർപ്പറേഷനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒരു നീക്കം, അതായത് ഈ മാലിന്യ പ്രശ്നം ഒരു സജീവ ചർച്ചയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് ഈ വാഹന പ്രചരണ ജാഥ നടക്കുക. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ വാഹന പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഈ വാഹന പ്രചാരണ ജാഥ കടന്നു പോകും. തുടർന്ന് 31-നാണ് സമാപനം. അന്ന് കെ മുരളീധരൻ ഇവിടെ എത്തുകയും ചെയ്യും. അതോടുകൂടി ഇത് ഒരു പൂർണ്ണമായ സജീവമായ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് വെച്ചു പുലർത്തുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ LDFും നടത്തുന്നുണ്ട്. LDF പ്രധാനമായും എടുത്തു പറയുന്നത് കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല ഈ ഒരു സ്ഥിതിവിശേഷം ഉള്ളത്. സമീപത്തെ തൃക്കാക്കരയാവട്ടെ, മരടാവട്ടെ, കളമശ്ശേരി ആകട്ടെ, ചേരാനല്ലൂരാകട്ടെ, ഈ നഗരസഭകളിലെല്ലാം തന്നെ ഈ മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. അതെല്ലാം തന്നെ UDF ഭരിക്കുന്ന നഗരസഭകളാണ്. അതിലൂടെ ഞങ്ങൾ ഒരു വാഹന പ്രചരണ ജാഥ നടത്തിയാൽ, അതായത് കൊച്ചി നഗരത്തെ തൊടാതെ ഒരു വാഹന പ്രചരണ ജാഥ ഞങ്ങൾക്കും ആരംഭിക്കാൻ സാധിക്കും. എന്നാൽ ആ രീതിയിലല്ല ഒരു മാലിന്യ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു മറുപടിയാണ് LDFിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ, അത് പരിഹരിക്കാനുള്ള, ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി കോർപ്പറേഷൻ നടത്തുന്നു. പക്ഷേ ഈ 10 ദിവസം കൊണ്ട് കണ്ടറിയണം കോർപ്പറേഷന് എന്തെല്ലാം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന്. അതാണ്